പെണ്ണുങ്ങൾ പോയിട്ട് ചെറുത്താൻ പോയിട്ട് കല്യാണം കഴിക്കും നമ്മളൊക്കെ കാണാം. അപ്പൊ ഇതിനെക്കാട്ടും കൂടുതൽ നല്ല റീച്ച് ആയിരിക്കും ഷിംജിതയ്ക്ക് വിവാഹം എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല രീതിയിൽ റീച്ച് കയറ്റാം. വേറെ ആരും പറയില്ല, നീ തന്നെ പറയുള്ളൂ. പിന്നെ കുറച്ച് ഫെമിനിസ്റ്റ് കൂട്ടങ്ങളുണ്ട്. എന്താണ് ഫെമിനിസം എന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത കുറച്ച് ഫെമിനിസ്റ്റ് കൂട്ടം. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പൊ ഷിംജിതയ്ക്ക് സപ്പോർട്ട് ചെയ്തിട്ട് ചെകുത്താൻ വീഡിയോ ഇട്ട് ബ്രോ കണ്ടില്ല, എന്താ ഇതിന് റിയാക്ട് ചെയ്യാത്ത ചോദിച്ചിട്ടുള്ള മെസ്സേജസ് ആണ് ബ്രോ. എനിക്കത് ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങളുടെ മെസ്സേജിൽ കാണാൻ പറ്റുന്നുണ്ട്, പക്ഷെ എനിക്ക് ചില ആൾക്കാർക്കൊന്നും റിപ്ലൈ കൊടുക്കാൻ പറ്റുന്നില്ല. പിന്നെ അതിന്റെ താഴെയൊക്കെ ജാടയാണോ ജാടയൊന്നും ഇല്ലടേ, ഞാൻ വീഡിയോ ചെയ്യണിച്ചിട്ട് തന്നെ ഇരിക്കുമായിരുന്നു. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള അപകീർത്തി പ്രചാരണത്തിൽ കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി യു ദീപക് ജീവനൊടുക്കിയ സംഭവത്തിൽ പ്രതി ഷിംജിത മുസ്തഫയ്ക്ക് ജാമ്യമില്ല. കോഴിക്കോട് കുന്നമംഗലം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യം തള്ളിയത്. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് നിഖിൽ പ്രമേഷ് ചേരുന്നു. നിഖിൽ പ്രമേഷ്, എന്തൊക്കെയാണ് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ? ബി ദിലീപ് കുമാർ, ഈ ദീപകിന്റെ കേസുമായി ബന്ധപ്പെട്ട് ഇന്നിപ്പോൾ ഷിംജിതയുടെ ജാമ്യ ഹർജിയിന്മേലുള്ള വിധി മാത്രമാണ് പുറപ്പെടുവിക്കാനുണ്ടായിരുന്നത്. ഒറ്റ വാക്കിൽ കോടതി ഈ പ്രതിക്ക് ഇപ്പോൾ ജാമ്യമില്ല എന്നുള്ള കാര്യം പറയുകയായിരുന്നു. എന്തായാലും വളരെയധികം വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു കേസാണ്. നമുക്കറിയാം, സമൂഹ മാധ്യമങ്ങളിൽ ഇങ്ങനെ കോടതി ജാമ്യം നിഷേധിച്ചു. കോടതിക്ക് പോലും ഇല്ലാത്ത കുറച്ച് കടിയാണ് നമ്മുടെ സോഷ്യൽ മീഡിയയിലുള്ള കുറച്ച് ആൾക്കാർക്ക്. ഈ ചെകുത്താൻ ഇഷ്ടമായിരുന്നു ആളെ, എന്തിനിങ്ങനെ ഒരു വീഡിയോ ചെയ്യണം എന്ന് തന്നെ അറിയുന്നില്ല ആൾക്ക്. വെറുതെ ഇവിടുന്നും കിട്ടിയ കുറച്ച് കണ്ടന്റ്സ് എടുത്തിട്ട് അങ്ങോട്ട് വീഡിയോ ഇറക്കുക റീച്ചിന് വേണ്ടിയിട്ട്. റീച്ച് ആവാം, എല്ലാവരും റീച്ചിന് വേണ്ടി തന്നെ ചെയ്യുന്നു. ഇമാതിരി ചെറ്റത്തരം കണ്ടന്റ്സ് വെച്ചിട്ട് റീച്ച് ഉണ്ടാക്കരുത് എന്നൊക്കെ ചെകുത്താനോട് പറയാനുള്ളൂ. വ്യത്യാസം ഉണ്ടാകുന്നേ മരിച്ചു കഴിഞ്ഞാൽ ഇത് ഈ ഒരാഴ്ച കഴിയുമ്പോൾ കാണണം മാറ്റി പറയാം. എല്ലാവരും മാറ്റി ചിന്തിക്കും. ഈ വീഡിയോ ഇതൊന്നുകൂടെ ഒന്ന് ഹൈലൈറ്റ് ആയാൽ മതി, തിരിച്ച് തന്നെ ആൾക്കാരെല്ലാം പറയത്തുള്ളൂ. ഇപ്പൊ തന്നെ ഒരുപാട് പേര് ഇത് പറയുന്നുണ്ട്, ആ ഷിംജിത ഇതിനകത്തൊരു തെറ്റുമില്ലെന്ന്. വേറെ ആരും പറയില്ല, നീ തന്നെ പറയുള്ളൂ. പിന്നെ കുറച്ച് ഫെമിനിസ്റ്റ് കൂട്ടങ്ങളുണ്ട്. എന്താണ് ഫെമിനിസം എന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത കുറച്ച് ഫെമിനിസ്റ്റ് കൂട്ടം. അവരും നീയൊക്കെ തന്നെ പറയുള്ളൂ ഷിംജിത ചെയ്തതാണ് ശരി എന്നുള്ളത്. വേറെ ആരും പറയാൻ പോണില്ല. കോടതി ജാമ്യം അനുവദിക്കാത്ത ഒരു പ്രതിക്ക് സപ്പോർട്ട് ചെയ്തിട്ട് പറയാ ശരി, അത് ബ്രോയുടെ മാത്രം കാര്യങ്ങളാണ്. പക്ഷെ അതിന് വേണ്ടിയിട്ട് ബാക്കിയുള്ള ആൾക്കാർ, കുറെ ആൾക്കാർ അങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ട് വരും. ഷിംജിതയ്ക്ക് സപ്പോർട്ട് ചെയ്ത് വരണം എന്ന് പറയുന്ന കാര്യമൊന്നും ഇല്ല കേട്ടോ തൽക്കാലത്തിന്. ഈ പറഞ്ഞ കള്ളത്തിനോട് അടിച്ചുവിട്ട് യൂട്യൂബർമാർക്കെതിരെ ഷിംജിതയുടെ കുടുംബക്കാർ എന്താണെങ്കിലും പരാതി കൊടുക്കണം. അവരുടെ വീഡിയോ റിമൂവ് ചെയ്യുക മാത്രമല്ല, അവരെ അക്കൗണ്ട് മാറ്റി പറയുകയും വേണം. അതിനുള്ള കേസ് കൊടുക്കും, അല്ലാതെ നടക്കത്തില്ല. ഇവന്മാരെന്തൊരു കള്ളത്തിന് അടിച്ചു വിട്ടത്, അവള് കൊലയാളി എന്തെല്ലാം ഇവർ ഇങ്ങനെയൊക്കെ വിളിക്കാൻ ഇവരൊക്കെ ആരാ? ഇവന്മാർക്ക് കണ്ടിട്ട് മനസ്സിലാവുന്നില്ലേ? ആർക്ക് കണ്ടാലും മനസ്സിലാവാൻ തട്ടുന്നുണ്ട്, അത് യാതൊരു സംശയമില്ല കാര്യത്തിൽ. നിനക്കെന്തോ വേറെ എന്തോ പ്രശ്നമാണോ? അതിനെ ചോദിക്കാനൊന്നും പോണില്ല. മെയിൻ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാണ്ട്, അതിനാണ് ഇപ്പൊ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. ചിലർക്ക് കള്ളത്തരം കാണിച്ചാലും കിട്ടും, ചിലർ എന്റെ ചുമ്മാ കാണുന്ന പ്രാന്ത് കാണിച്ചാലും ഇവിടെ റീച്ച് കിട്ടും. അങ്ങനെയുള്ള റീച്ച് ഉള്ള ആൾക്കാരെയൊക്കെ അറിയാമല്ലോ. പിന്നെ മോഹൻലാലിനും സുരേഷ് ഗോപിക്കൊക്കെ റീച്ച് കിട്ടും. അലിൻ ജോസ് പെരേരയ്ക്ക് 6 റീച്ച് ഉണ്ട്. അത് ആളുകൾ ഉണ്ടാക്കി കൊടുക്കുന്നതല്ലേ. അതെ, എല്ലാവർക്കും ഇവിടെ റീച്ച് ഉണ്ട്. നീ ഇപ്പൊ റീച്ചിന് വേണ്ടി തന്നെ ചെയ്യണമെന്നാണ് എന്റെ ഒരു നിഗമനം. എനിക്ക് തോന്നുന്നില്ല ഒരു മനുഷ്യത്വമില്ലാത്ത രീതിയിലൊക്കെ ആരെങ്കിലും പെരുമാറുന്നു. പക്ഷെ നീ അത് ചെയ്തു. ബസ്സിലെ CCTV പരിശോധിച്ചു. ഡ്രൈവർക്കും കണ്ടക്ടർക്കും അങ്ങനെ ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ല. ഒരു സ്ത്രീയെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ന്യൂസ് ഒന്നും അവിടെ ആർക്കും കിട്ടിയിട്ടില്ല. ഇവിടെ സ്ത്രീകളടക്കം പറയുന്നുണ്ട് ഞങ്ങൾ ദീപക്കിനൊപ്പമാണ് എന്നുള്ളത്. ഇവിടെ സ്ത്രീകൾക്കെതിരല്ല, ഇവിടെ ഷിംജിതയ്ക്കെതിരാണ്. അത് ആദ്യം മനസ്സിലാക്കണം. ഇവിടെ ആരും ഒരിക്കലും സ്ത്രീകൾക്കെതിരാണ് പണ്ടില്ല. ഇങ്ങനെ ഒരു അതിക്രമം നമ്മുടെ നാട്ടിൽ നടക്കുന്നില്ല എന്നാരേലും പറഞ്ഞോ? ഇവിടെ ആ സ്ത്രീ ചെയ്തതിനെ ആൾക്കാർ ചൂണ്ടിക്കാണിക്കുന്നു. അതിന്റെ പിറകെ പോയിട്ട് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെകുത്താൻ കാണിക്കുന്ന ഈ പരിപാടിക്ക് വേറെ കുറച്ച് പേരെ വിളിക്കാൻ പറ്റുള്ളൂ. അതിനെ ഞാനിപ്പോ വിളിക്കുന്നില്ല. നാട്ടുകാർ പറഞ്ഞു അങ്ങനെയാണ് ചുമ്മാ അങ്ങനെ ആരേനെയും പിടിച്ചിട്ട് കുറ്റക്കാരനാക്കാൻ പറ്റൂടെ ഈ പോലീസുകാരന്? പോലീസുകാർക്ക് എന്താ അവിടെ കേസ് അന്വേഷിക്കേണ്ടി അങ്ങനത്തെ പരിപാടിയൊന്നുമില്ലേ? കൃത്യമായി തെളിവുകൾ ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് ഷിംജിതയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കേരള പോലീസ് ആണെങ്കിലും അതിനുള്ള പോലീസുകാരനെ വേണ്ട, കുറച്ച് ചോറുണ്ണ ആൾക്കാർക്ക് മനസ്സിലാവും ആ വീഡിയോ കണ്ടത്.
ആ വീഡിയോയിൽ എന്തെങ്കിലും രീതിയിലുള്ള അതിക്രമങ്ങൾ അവിടെ നടക്കുന്നുണ്ടോ എന്നുള്ളത് ചോറ് കഴിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും, നിനക്ക് മനസ്സിലായില്ലെങ്കിലും. 2 പെണ്ണുങ്ങളെ അതേ ബസ്സിൽ ആ ഒരു വീഡിയോയിൽ തന്നെ കാണിക്കുന്നുണ്ട്. ആ പെണ്ണ് തട്ടുന്നതായിട്ട്. അയാൾ ആ ബാഗ് പൊക്കി. ഈ ബാഗ് പൊക്കുമ്പോ ഇങ്ങനെ പൊക്കുന്ന ബാഗിന് കൈ ഇവിടെ പോകുന്നത് ഇങ്ങനെയാണോ പൊക്കുന്നേ? ഇങ്ങനെ പൊക്കാൻ പറ്റത്തില്ല. അതും പൊക്കി പിടിച്ചോണ്ട് ഇങ്ങനെ നിൽക്കുന്ന ഇങ്ങനെ നിന്ന് എന്ത് ബുദ്ധിമുട്ടായിരിക്കും. കൈ ഇവിടെ വെച്ചോണ്ട് ഒരു വെയിറ്റ്, ആ ബാഗിന് എന്തൊരു വെയിറ്റ് ഉണ്ടെന്ന് ചെക്ക് ചെയ്യണം. അയാൾ ബാഗിനകത്ത് എന്താ ഇതെന്ത് ഇത്? ചുമ്മാ അങ്ങ് ഒരാളെ പിടിച്ച് കുറ്റക്കാരിയാക്കി തൊപ്പിയെ വളീന്ന് പറഞ്ഞപ്പോ കതക് ചവിട്ടിപ്പൊളിച്ച് അറസ്റ്റ് ചെയ്തതിനെ പോലെ തന്നെ വേറൊരു തരം പോലീസിന്റെ കണ്ണിപ്പൊടിയിടൽ പരിപാടി നടന്നേക്കുന്നത്. അവരൊന്നും അന്വേഷിക്കുന്നില്ല. നാട്ടുകാർ പറഞ്ഞു അങ്ങനെയാണ്, അവള് റീച്ച് ഉണ്ടാക്കാൻ ചെയ്തതാണ്. ആ ബാഗിന്റെ കത്ത് എന്താ? സാധാരണ ബാഗിന്റെ കത്ത് എന്താണ് ഉണ്ടാവുക? അത് നിങ്ങൾക്ക് പറഞ്ഞില്ലെങ്കിൽ നമ്മളാണെങ്കിലും പുറത്ത് പോകുമ്പോൾ എന്തെങ്കിലും എൻ്റെ അഡീഷണൽ ഫോൺ ഉണ്ടാവും, വീഡിയോ എടുക്കാനുള്ളതാണെങ്കിൽ, പിന്നെ ഒരു പവർ ബാങ്ക് ഉണ്ടാവും, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെ എല്ലാവരും പോവുക. അദ്ദേഹം ഒരു സെയിൽസ്മാൻ ആണ്. അപ്പൊ എന്താ, അതിന്റെ കുറച്ച് പ്രോഡക്ട്സിന്റെ ഡിസ്പ്ലേ ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങൾ ആളുടെ ബാഗിൽ ഉണ്ടാവും. അതല്ലാതെ എന്താ ആ ദീപക്കിന്റെ ബാഗിലുള്ളത് എന്താന്ന് അന്വേഷിക്കണം? വെറുതെ പെണ്ണുങ്ങളെ തൊടാൻ വേണ്ടി ആരെങ്കിലും ബാഗ് കൊടുത്തിട്ട് പോവടേ? ഒക്കെ എവിടുന്ന് വരുന്നു? ഈ ബസ്സിൽ നടന്നൊരു ഇൻസിഡന്റ് വെച്ചിട്ട് പോലീസ് അന്വേഷിക്കുന്ന ഒരു രീതി അത്ര സാറ്റിസ്ഫൈഡ് അല്ല. കാരണം ഈ ഷിംജിത എന്ന് പറയുന്ന പെൺകുച്ച് പറയുന്നത് ഒന്നും കേൾക്കാത്തൊരു ഒരു പ്രത്യേക നടപടി പോലെയാ തോന്നിയത്. അവൾ എന്തിനു വീഡിയോ എടുത്തു, അതുപോലെ തന്നെ ഈ വീഡിയോ വിഷ്വല് കണ്ടിട്ട് എന്തുകൊണ്ട് അവർക്കത് മനസ്സിലാവുന്നില്ല? വൈറലാവാൻ ചെയ്തതാണ് എന്ന് പറയുന്ന രീതിയിൽ മാത്രം, അല്ല മനഃപൂർവ്വം അയാളെ കൊല്ലാനുള്ള ഉദ്ദേശത്തിൽ ആത്മഹത്യ പ്രേരണ എന്ന രീതിയിൽ മാത്രം ഇങ്ങനെ കാണുന്ന എന്താ? ഇത് സർവ്വസാധാരണമായിട്ട് ഇവിടെ നടക്കുന്ന സംഭവമാണല്ലോ, ഈ വീഡിയോ എടുപ്പും പബ്ലിസിറ്റി പബ്ലിഷ് ചെയ്യലും ഒക്കെ. പിന്നെ ഇതിനു മുമ്പ് ആ പെൺകൊച്ചു പറഞ്ഞതുപോലെ വേറൊരു പെൺകുട്ടിയുടെ ശരീരഭാഗത്ത് ഇയാൾ സ്പർശിക്കുന്നത് കണ്ടപ്പോൾ ആ പെൺകുട്ടിക്ക് എന്തോ ഡിസ്കംഫേർട്ട് ഉണ്ടായത് കൊണ്ടാണ് ഈ ഷിംജിത വീഡിയോ എടുത്തതെന്ന് പറഞ്ഞിട്ട് ആ പെൺകുട്ടിയുടെ ഒരു ചോദ്യം പോലും ചോദിക്കാത്തത് എന്താണ് പോലീസ്? ഇവൾ വൈറലാവാൻ എടുത്തല്ലെന്നെങ്കിലും ഒന്ന് മനസ്സിലാക്കാൻ പറ്റത്തില്ലേ? പിന്നെ ഒരാളൊരു വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്തത് കൊണ്ട് മറ്റൊരാൾ ആത്മഹത്യ ചെയ്യുമോ? അങ്ങനെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു സൈക്കാട്രിസ്റ്റിന്റെ റെക്കമെൻഡേഷൻ നമുക്ക്, അല്ല സൈക്കാട്രിസ്റ്റിന്റെ കമന്റ്സ് നമുക്ക് കേൾക്കേണ്ടി വരും. സൈക്കാട്രിസ്റ്റ് സൈക്കോളജിസ്റ്റിനെയും കാണാൻ പോകേണ്ട ആവശ്യമൊന്നുമില്ല. വീഡിയോ കണ്ടവർക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. വീഡിയോ എഡിറ്റഡ് ആണ്, അവർക്ക് വേണ്ട പാർട്സ് മാത്രമാണ് അതിൽ കട്ട് ചെയ്ത് വെച്ചിറക്കുന്നത്. അതിലെവിടെയാണ് അയാൾ സ്പർശിക്കുന്നു എന്ന് പറഞ്ഞുള്ള കാര്യമുള്ളത്? നീ വിചാരിക്കുന്ന പോലെ എല്ലാവരും അത്ര സ്ട്രോങ് മെന്റാലിറ്റി ഉള്ള ആൾക്കാരൊന്നും അല്ല. ഒരാൾ വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്തുകൊണ്ട് ആ ലെവലുള്ള ചിന്തകളോട് എനിക്ക് പറയാനുള്ളത്, എല്ലാവരും അത്ര സ്ട്രോങ് മൈൻഡുള്ള ആൾക്കാരൊന്നും ആവില്ല. നല്ല രീതിയിൽ വിഷമിച്ചിട്ടുണ്ടാവും. കാരണം ഇനി നാളെ പുറത്തിറങ്ങിക്കാൻ മറ്റുള്ളവർ എന്നെ ആ ലെവലല്ലേ ചിന്തിക്കുള്ളൂ, എന്നെ അങ്ങനെയല്ലേ കാണുള്ളൂ. കാരണം കുറ്റം പറഞ്ഞു നടക്കുന്ന ഒരുപാട് ആൾക്കാരാണ്. ചെയ്യാത്തതിന്റെ പേരിൽ അനുഭവിക്കേണ്ടി വരുമ്പോൾ ചില ആൾക്കാർക്ക് അങ്ങനെയൊക്കെ തോന്നും, സൂയിസൈഡ് മെന്റാലിറ്റി ഒക്കെ തോന്നും. അതിന് നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അത് അല്ലാതെ ഇത് മുമ്പും നടക്കുന്ന കാര്യങ്ങളല്ലേ. ആദ്യമായിട്ടാണ് ഒരാൾ സൂയിസൈഡ് ചെയ്ത്, അയാൾ കുറ്റം ചെയ്തുകൊണ്ടല്ലേ സൂയിസൈഡ് ചെയ്തെന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുമോ? കോടതി വിധിച്ച ഒരു വിധിക്ക് എന്തെങ്കിലും ഇപ്പൊ ഷിംജിതയ്ക്ക് സപ്പോർട്ടായി നിൽക്കുന്ന ഒരു കാര്യം ഉണ്ടെങ്കിൽ അവൾക്ക് ജാമ്യം കിട്ടിയിട്ടുണ്ടാവും. ജാമ്യം പോലും അനുവദിക്കാത്തൊരു കേസിന്റെ പിറകെയാണ് ഇയാൾ ഈ വീഡിയോ ഇട്ടിട്ട് വന്നിറക്കുന്നത്. എനിക്ക് പറയാള് ബാക്കിയുള്ള യൂട്യൂബേഴ്സിനെതിരെ കേസ് കൊടുക്കുന്നതിന് പകരം ആദ്യം ഇയാൾക്കൊന്നിട്ട് ഒന്ന് പണി കൊടുക്കുക, അത്രേ പറയാളൂ. ഇനിയിപ്പോ ഷിംജിതേനെ നിനക്ക് അത്രയ്ക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ എന്താ ഡൈവോഴ്സും കാര്യങ്ങളൊക്കെ ആർക്കണു, ഭർത്താവൊക്കെ ഇട്ടേച്ച് പോറക്കണു, ജയിലിൽ നിന്ന് വരുമല്ലോ. അപ്പൊ എന്തായാലും ഒന്ന് കല്യാണം കഴിക്കാനുള്ള പരിപാടിയൊക്കെ ചെയ്തോളാം, എന്നിട്ട് രണ്ടാളും കൂടി നല്ല രീതിയിൽ ജീവിക്കും. അതാണ് വേണ്ടത്. ഇത്ര സ്നേഹം, ഇത്രയ്ക്കും ഇഷ്ടമാണ് ഷിംജിതയോടുണ്ടെങ്കിൽ നിങ്ങൾ പോയിട്ട് ചെറുത്താൻ പോയിട്ട് കല്യാണം കഴിക്കും, നമ്മളൊക്കെ കാണാം. അപ്പൊ ഇതിനെക്കാട്ടും കൂടുതൽ നല്ല റീച്ച് ആയിരിക്കും ഷിംജിതയ്ക്ക് വിവാഹം എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല രീതിയിൽ റീച്ച് കയറ്റാം. അപ്പൊ ഇതിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ എന്തായാലും നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ ആരുടെ ഒപ്പാണെന്നുള്ള കാര്യമല്ല, ഇതേപോലെ വർത്താനങ്ങൾ പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ വരും. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരോട് നിങ്ങൾക്ക് എന്താ പറയാനുള്ളതും എല്ലാം ഒന്ന് കമന്റ് ചെയ്യുക. അപ്പൊ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.